ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ ആയിട്ടുള്ള 2021 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ 4 ഓപ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. കൂടാതെ 75 ഹോട്ട് ടോപ്പിക്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IT-യുടെ ടോപ്പിക്സും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. 2024 ഈ LDCക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും IT-യുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും, അതേപോലെ ഇനി ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? മക്കളെ, എന്താണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് എന്താണ്, ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓപ്ഷനിലേക്ക് പോവാം. നോക്കി, വിൻഡോസ്, ലിനക്സ്, എക്സൽ, ജിംബ്, ഇതിലേതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഏതാണ്? വിൻഡോസ് എന്ന് പറയുന്നത് ഒരു OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിനക്സും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത് വരുന്ന എക്സൽ ആണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, കണക്കുകൂട്ടലുകൾ, ടേബിളുകൾ ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി, ബില്ലടിക്കാൻ, ഇതിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എക്സൽ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സൽ ആണ് അടുത്തത്. അടുത്ത് വരുന്ന എന്താണ്? ജിംബ് എന്ന് പറയുന്നത്. അതായത് ഇമേജിംഗ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ജിംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, അതായത് ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോസ്റ്ററുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ജിംബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണ്? അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. എക്സലും അങ്ങനെ തന്നെയാണ്. എന്തിന്? ബില്ലടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എന്താണ്, കണക്ക് കൂട്ടലുകൾ ചെയ്യുന്നതിന്, ടേബിൾസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എക്സൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സലും എന്ത് തന്നെയാണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, എക്സലും അതേപോലെ തന്നെ ജിംബ് എന്ന് പറയുന്നതും. ഓക്കെ, ഇനി നമുക്കറിയാം പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MS പെയിന്റ്, നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറുപ്പത്തിലേ മുതൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് MS പെയിന്റ്. അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ്, കുറച്ചുകൂടി എന്താണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് ടൂളാണ് എന്തെന്ന് പറയുന്നത്, ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ഫോട്ടോഷോപ്പ്. അതേപോലെ തന്നെ കോറൽ ഡ്രോ, പോസ്റ്ററൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും, പോസ്റ്ററിലൊക്കെ എന്താണ് ഈ പറയുന്ന ആനിമേഷൻ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോറൽ ഡ്രോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഒരു എന്താണ്, ഈ എഡിറ്റിംഗ് ടൂളാണ്. ഈ പറയുന്ന ഇമേജും അതേപോലെ തന്നെ വീഡിയോസും എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് അഡോബ് പ്രീമിയർ എന്ന് പറയുന്നത്. അഡോബ് പ്രീമിയറും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മളെല്ലാം നമ്മൾ പറഞ്ഞു. വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ്, പാക്കേജ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ ഇമേജ് എഡിറ്റർ, അഡോബ് പ്രീമിയർ, അഡോബ് ഫോട്ടോഷോപ്പ്. ഓക്കെ, അതായത് വീഡിയോ ഒക്കെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അഡോബ് പ്രീമിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതെല്ലാം അഡോബ് പ്രീമിയറിൽ ഇട്ടിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ താഴെ പറയുന്നതിൽ എന്നതാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷനിലേക്ക് നോക്കാം. ജിംബ്, ഫോട്ടോഷോപ്പ്, പിക്സൽ മാറ്റർ, GThumb. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSCക്ക് എന്താണ്, ഒരു തെറ്റുപറ്റിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം എന്ത് ചെയ്തേണ്ട, ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഓഫീസ് അറ്റൻഡ് 2021 PSC ചോദിച്ച ചോദ്യമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്യാൻസൽ ആണ്. കാരണം ഇതിനെന്ത് ചെയ്തിട്ടില്ല, ആൻസർ, നിലവിൽ എല്ലാം ആൻസറുകളാണ്. ജിംബ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇമേജ് എഡിറ്റ് ചെയ്യാനാണ്. ഫോട്ടോഷോപ്പും എന്തിനു തന്നെയാണ്? ഈ പറയുന്ന ഇമേജിന്റെ എഡിറ്റിങ്, അതേപോലെ തന്നെ എന്താണ്, അതിന്റെ റെസൊല്യൂഷൻ കൂട്ടുക, പോസ്റ്റർ മേക്കിംഗ്, അങ്ങനെയൊക്കെ എല്ലാത്തിനും നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യും.
പിക്സൽ മാറ്ററും എന്ത് തന്നെയാണ്, ഈ പറയുന്ന ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. Gthumb അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ആൻസർ ആണ് ഈ പറഞ്ഞ 4 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 4 ആൻസർ ആണെങ്കിൽ ഇതിന്റെ താഴെ എന്ത് ഓൾ ഓഫ് ദി എബവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതായിരുന്നു ആൻസർ. പക്ഷെ അതില്ലാത്തിടത്തോളം എന്താണ്, ഏതാണ് ഒരു ഇമേജിങ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെന്താണ്, ഈ പറയുന്ന ഉത്തരം എല്ലാം ഉള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അപ്പോൾ ഓഫീസ് അറ്റൻഡ് 2021 ആയിരുന്നു ഈ ചോദ്യം. ഇത് +2 പ്രിലിംസ് സ്റ്റേജ് 1 ചോദിച്ചാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഓക്കെ, അതായത് ഒരു ചിത്രം എഡിറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇമേജ് എഡിറ്റർ എന്ന് പറയുന്നത്. അതായത് ആ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ചിലർ നമ്മൾ നോക്കാറില്ല, അതായത് ഇമേജ് എടുക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടുക, അതേപോലെ കോൺട്രാസ്റ്റ് കൂട്ടുക, ഷാർപ്നെസ് കൂട്ടുക, അതേപോലെ എന്താണ് ഓരോ സംഭവങ്ങളും നമ്മൾ കൂട്ടി അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇമേജ് എഡിറ്റിംഗ് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വിവിധ ഇമേജ് എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഫോട്ടോഷോപ്പിൽ നമുക്ക് ഈ പറയുന്ന ലെവലിൽ ഒരു പിക്ചറിനെ അത് ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാം, പിക്സൽ റെസൊല്യൂഷൻ കൂട്ടാം, അതേപോലെ തന്നെ എന്താണ് ഒത്തിരി ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് എല്ലാം നമുക്ക് ഉപയോഗിച്ച് അതിനെ ഓരോ രീതിയിലും മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോഷോപ്പാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് കോറൽ ഡ്രോയും എന്താണ് ഒരു 3 ഡയമെൻഷനൊക്കെ ഉള്ള പിക്ചറിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ, ആ പോസ്റ്ററിനൊക്കെ എന്തുണ്ടാക്കാൻ, ഈ പറയുന്ന ഒരു വ്യക്തമായിട്ട് ഒരു ആനിമേഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോറൽ ഡ്രോയും ഉപയോഗിക്കുന്നത്. പിക്കാസ ഇമേജും എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ് ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത്. ഓക്കെ, ഇനി 2 തരം ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ് നിലവിലുള്ളത്. ഒന്നാണ് വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നും അതേപോലെ തന്നെ റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ളതും. അപ്പോൾ എന്താണ് ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളെ, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറെ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. വൺ എന്താണ് വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നും സെക്കൻഡ് വൺ ഈസ് എന്താണ് റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നും. ഓക്കെ, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വലുതാക്കിയാലും വ്യക്തത നശിക്കാത്ത ചിത്രങ്ങളാണ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ വെക്റ്ററിന് എന്താണ്, എത്ര വലുതാക്കി കഴിഞ്ഞാലും നമ്മളിപ്പോ എന്താ പറയാ ഒരു പിക്ചർ എടുത്തു, ആ പിക്ചർ എടുത്തതിന് ശേഷം നമ്മൾ സൂം ചെയ്യാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഈ പിക്ചറിന് വലിയ ക്ലാരിറ്റി ഇല്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ റെസൊല്യൂഷൻ കുറയുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വെക്റ്ററിലുള്ള ചിത്രങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്ര നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ക്ലാരിറ്റി, അതായത് പിക്സൽ റെസൊല്യൂഷൻ പോകത്തില്ല, ഭയങ്കര ക്ലാരിറ്റിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വലുതാക്കുമ്പോഴും വ്യക്തത നശിക്കാത്ത ചിത്രങ്ങളാണ് വെക്റ്റർ ചിത്രങ്ങൾ എന്നും, ഇനി വലുതാക്കുന്തോറും വ്യക്തത കുറയുന്ന ചിത്രങ്ങളെയാണ് റാസ്റ്റർ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില ഫോണിലൊക്കെ എടുത്ത് പിക്ചർ എടുത്ത് നമ്മൾ സൂം ചെയ്യേണ്ടത് നമ്മൾ അപ്പം തന്നെ പറയും, ഈ ഫോണിൽ എടുത്തിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു വൃത്തിയായില്ല എന്ന് പറയും. അതെന്താ, അങ്ങനെയുള്ള ചിത്രങ്ങളെ നമുക്ക് റാസ്റ്റർ ചിത്രങ്ങൾ എന്ന് വിളിക്കാം. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു സൂം ചെയ്യുമ്പോൾ. 2 ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെടാത്ത പാത ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങളാണ് ഈ പറയുന്ന വെക്റ്റർ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിന്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിന്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഏതാന്ന് ചോദിച്ചാൽ MySQL, അതേപോലെ തന്നെ ഏതാണ് മൈക്രോസോഫ്റ്റ് SQL സെർവർ, അടുത്തതാണ് എന്ത് ഒറാക്കിൾ എന്ന് പറയുന്നത്, അടുത്തത് മൈക്രോസോഫ്റ്റ് ആക്സിസ്. ഏതാണ് ഇത്? +2 പ്രിലിംസ് സ്റ്റേജ് 3 2022 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഏതാണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? മൈക്രോസോഫ്റ്റ് ആക്സിസ് ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ആക്സസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡാറ്റാബേസ് മാനേജ്മെന്റിനായി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റിനായി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനുമായി ഡാറ്റാബേസുമായി ഉപയോഗിക്കുന്ന MS ഓഫീസ് ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. MS ആക്സിസ് ടേബിളിലെ കോളങ്ങൾ അറിയപ്പെടുന്നതാണ് ഫീൽഡ് എന്ന്. ചിലപ്പോൾ ചോദിക്കാം ഫീൽഡ് എന്ന് ചോദിച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MS ആക്സിസ് ടേബിളിലെ കോളങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? ഫീൽഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
പരസ്പര ബന്ധമുള്ള ഡാറ്റകളെ ശേഖരിച്ചു വയ്ക്കുന്നതിനും അവയെ ആവശ്യമുള്ള രീതിയിൽ വീണ്ടും ഉപയോഗിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് DBMS എന്ന് പറയുന്നത്. അതായത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാന ഡാറ്റാബേസ് പാക്കേജുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഒറാക്കിൾ എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അതേപോലെ ഫോക്സ് പ്രോ, മൈക്രോസോഫ്റ്റ് SQL സെർവർ, MySQL ലൈബ്രറി ഓഫീസ് ബേസ്. ഓക്കെ, ഡാറ്റാബേസുമായി സംവേദിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് ക്വാറി ഭാഷകൾ എന്ന് പറയുന്നത്. ക്വാറി ഭാഷകൾക്ക് ഉദാഹരണമാണ് സ്ട്രക്ചേർഡ് ലാംഗ്വേജ്, അതേപോലെ തന്നെ മൈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പോൾ SQLും MySQLുമാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ മാനേജ്മെന്റിനായി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായുള്ള ഡാറ്റാബേസ് ആയി ഉപയോഗിക്കുന്ന MS ഓഫീസ് ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റ് ആക്സിസ്. അതേപോലെ തന്നെ MS ആക്സിസ് ടേബിളിലെ കോളങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പേരിലാണ്? ഫീൽഡ് എന്ന പേരിലാണ്. അപ്പോൾ അത്രയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത് ഏതാണ്? ഓഫീസ് അറ്റൻഡ് 2021 ചോദിച്ച ചോദ്യമാണ് മക്കളെ. അപ്പൊ ഇത് ഏതാണ്? ഇതിന്നൊന്ന് ഒന്ന് നോക്കി. അതായത് എന്താണ് ചോദിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത് ഏതാണ്? ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അത് ഏതാന്ന് നോക്കി, ഏതാണ് സംഭവം? ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ്. ഓക്കെ, ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ്. ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ. അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ഭയങ്കര ഒരു വലിയൊരു മാറ്റമൊക്കെ കൊണ്ടുവന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറും ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള റിച്ചാർഡ് സ്റ്റാൾമാൻ ഒക്കെ. ഓക്കെ, നമ്മളത് പഠിച്ചേക്കാണ്. PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. എന്ത്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ, ഓർത്തു വെച്ചോ, റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാ ചോദിച്ചാൽ അത് 1985 സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾക്ക് എടുക്കേണ്ട ലൈസൻസിനെയാണ് ജനറൽ പബ്ലിക് ലൈസൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള ചിലപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി ഈ ചോദ്യങ്ങളൊക്കെ എന്താണ് ചോദിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ 1985 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിച്ചത്. അതേപോലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ എടുക്കേണ്ട ലൈസൻസിന് പറയുന്ന പേരാണ് ജനറൽ പബ്ലിക് ലൈസൻസ്. ഓപ്പൺ സോഴ്സ് ഓഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒഡാസിറ്റി എന്ന് പറയുന്നത് അതായത് ഓപ്പൺ സോഴ്സ് ഓഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഓപ്പൺ സോഴ്സ് ഒഡാസിറ്റി എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ്, OSI ആണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നത്. ഓക്കെ, അതായത് OSI സ്ഥാപിച്ചവരാണ് ബ്രൂസ് പേൺസും അതേപോലെ തന്നെ എറിസ് റൈമണ്ടുമാണ്. ബ്രൂസ് പേൺസും എറിസ് ഡയമണ്ട്സുമാണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നതിനായിട്ടുള്ള സംഘടനയായിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന OSI അത് ആരാണ് നിലവിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ബ്രൂസ് പെർണൻസും അതേപോലെ തന്നെ എറിക് ഡയമണ്ടുമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് എന്ന് പറയുന്നത്. ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ് ലിനക്സ്.
അതായത് ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലായിരുന്നോ, അതായത് താഴെ പറയുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാന്നുള്ളതും അല്ലാത്തത് ഏതാന്നുള്ളത് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലിനക്സ് എന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ ലിനക്സ് എന്ന് പറയുന്നത് OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ എന്താണ്, ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നേരെ ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് പ്രത്യേകിച്ച് എന്താണ്, നമുക്ക് എന്താണ് കോഡ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാസ് കോഡ് അടിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തിൻ്റെ അകത്ത് വരുന്നില്ല, ഈ ഫ്രീ സോഫ്റ്റ്വെയറിന് വരുന്നില്ല. ഓക്കെ, ഇനി യൂണിറ്റ്സ് അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ലിനക്സിന്റെ ലോഗോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടക്സ് എന്ന പെൻഗിനാണ്. ഒരു പെൻഗിൻ ഇങ്ങനെ കിടന്ന് രണ്ട് കൈ കൊണ്ടും തുള്ളിച്ചാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില കമ്പ്യൂട്ടറുകളിലൊക്കെ. മിക്കപ്പോഴും നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ ലിനക്സ് ഒക്കെയാണ് അവർ OS ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലിനക്സ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഉബുണ്ടു ഒക്കെയാണ് സർക്കാർ ഓഫീസുകളിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒത്തിരി എന്താണ്, ഭയങ്കരമായിട്ടുള്ള ഹെവി ടാസ്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ എന്താണ്, വൈറസിൻ്റെ അറ്റാക്കൊക്കെ വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളിൽ, സാധാരണ നമ്മുടെ വിൻഡോസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്താണ്, പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓപ്പൺ സോഫ്റ്റ്വെയർ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സോഫ്റ്റ്വെയർസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, ലിനക്സിന്റെ ലോഗോ ആണ് ടക്സ് എന്ന പെൻഗിൻ എന്ന് പറയുന്നത്. ലിനക്സിന്റെ ലോഗോ ടക്സ് എന്ന പെൻഗിനാണ്. ലിനക്സ് വികസിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ ലിനക്സ് ബെനഡിക്റ്റ് ടോർവാൾസ് ആണ് ഇത് വികസിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ലിനക്സ് ബെനഡിക്റ്റ് ടോർവാൾസ് 1991 ഈ പറയുന്ന ലിനക്സ് ബെനഡിക്റ്റ് ടോർവാൾസ് ഈ ഒരു എന്താണ്, ലിനക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത ഗ്നു/ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സീഡാക്ക് വികസിപ്പിച്ചെടുത്ത ഗ്നു/ലിനക്സ് സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ നോക്കി, ഉബുണ്ടു, എഡ്യൂബണ്ടു, ബോസ്, അതേപോലെ തന്നെ ഫെഡോറ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ബോസ് ആണ്, BOSS, ബോസ്. ഓക്കെ, അപ്പൊ ബോസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇത് LDC എക്സ് സർവീസ്മാൻ 2021 ചോദിച്ച ചോദ്യമാണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ബോസ്. ഓക്കെ, അപ്പോൾ ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബോസ് ആണ്. ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ഭാഷകൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ അത് എന്താണ്, 18 എണ്ണമാണ്. ചില രേഖകളിലൊക്കെ 19 എണ്ണം കിടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ നോക്കിയതിന് ശേഷം ഏതാണോ ഉള്ളത് അത് എഴുതുക. 18 അല്ലെങ്കിൽ 19 ആണ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ഭാഷകൾ. ഓക്കെ, ബോസ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ സീഡാക്കാണ് ഏത് ഉപയോഗിച്ചത്, ഈ പറയുന്ന ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ ആയിട്ടുള്ള ബോസ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, സീഡാക്ക് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത് എന്ത് ചെയ്തത്, നിലവിൽ നിർമ്മിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, LDC ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 2023 ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ ദ ഹെക്സാ ഡെസിമൽ നമ്പർ റെപ്രസെന്റ്. ഓക്കെ, ദ ഹെക്സാ ഡെസിമൽ നമ്പർ റെപ്രസെന്റ് ഏതിനെയാണ്? 11 ആണോ, 13 ആണോ, 12 ആണോ, 14 ആണോ? നമ്മുടെ ആൻസർ ഏതാണ്? 14 ആണ്. ഓക്കെ, അതായത് സംഖ്യകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനമാണ് സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംഖ്യകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനമാണ് സംഖ്യാസമ്പ്രദായം. ഒരു സംഖ്യാസമ്പ്രദായത്തിലെ അംഗങ്ങളുടെ എണ്ണമായിരിക്കും ആ സംഖ്യാസമ്പ്രദായത്തിന്റെ ആധാരം എന്ന് പറയുന്നത്, അതായത് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സംഖ്യാസമ്പ്രദായത്തെ പ്രധാനമായും നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അതായത് സ്ഥാനപരമായ സംഖ്യാ സമ്പ്രദായം എന്നും അതേപോലെ തന്നെ സ്ഥാനപരമല്ലാത്ത സംഖ്യാ സമ്പ്രദായം എന്നും നമുക്ക് എന്ത് ചെയ്യാം,
രണ്ടായിട്ട് സംഖ്യാ സമ്പ്രദായത്തെ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ സംഖ്യാ സമ്പ്രദായത്തെ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് സ്ഥാനപരമായ സംഖ്യാ സമ്പ്രദായം എന്നും അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തെയാണ് സ്ഥാനപരമല്ലാത്ത സംഖ്യാ സമ്പ്രദായം എന്നും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അതായത് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നും നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നുമാണ് തരംതിരിക്കുന്നത്. ഓക്കെ, ഇനി സ്ഥാനപരമായ സംഖ്യാ സമ്പ്രദായം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബൈനറി, ഒക്ടല്, ഡെസിമല്, അതേപോലെ തന്നെ ഹെക്ടാ ഡെസിമല് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമുക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് വേണമെങ്കിൽ പഠിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ബൈനറി സംഖ്യാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന അക്കങ്ങൾ എന്ന് പറയുന്നത് 0, 1 മാത്രമാണ് ഈ പറയുന്ന ബൈനറിയിൽ ഉപയോഗിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഒക്ടൽ സംഖ്യാ സമ്പ്രദായത്തിൽ 0, 7 വരെയുള്ള സംഖ്യകൾ മാത്രം ഉപയോഗിക്കും. അതേപോലെ ഡെസിമലിലാണെങ്കിൽ 0 മുതൽ 9 വരെയുള്ളതാണ് ഉപയോഗിക്കത്തുള്ളൂ. ഇനി ഹെക്സാ ഡെസിമൽ സംഖ്യാ സമ്പ്രദായമാണെങ്കിൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളും എ മുതൽ എഫ് വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വച്ചേർന്നാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കിടിലമായിട്ട് ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് പോകുന്നൊരു ബാച്ചായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ പറയുന്ന ബൈനറി എന്ന്, എന്താണ് ഒക്ടല്, എന്താണ് ഡെസിമല്, അങ്ങനെയുള്ള ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സെറ്റായിട്ട് പോവാം. ഓക്കെ, അടുത്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് എന്നും PSC ഒരു ചോദ്യമെങ്കിലും ഉറപ്പാണ് ചോദിക്കാറുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. മാൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? MAN, മാൻ എന്നതിൻ്റെ. ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2021 ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഓപ്ഷൻ ഒന്നും ഇട്ടിട്ടില്ല, കാരണം വീണ്ടും ഓപ്ഷനൊക്കെ ഇട്ട് അത്രയും സമയം പോണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നേരെ ഇട്ടത്. അപ്പോൾ മാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാൻ? അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാൻ എന്ന് വിളിക്കുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അടുത്ത കേബിൾ TV ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കേബിൾ TV നെറ്റ്വർക്ക്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ TV നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്? ഈ പറയുന്ന മാനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനെയാണ് മാൻ എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അത് VO റൂറൽ ഡെവലപ്മെന്റ് 2021 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്തത് നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ബുക്കിംഗ്, അതേപോലെ IRB സൈറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്തിനാ ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൻ, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. അതായത് ഈ പറയുന്ന ഒരു സ്ഥലത്തെ മാത്രമല്ല, അതായത് പല റെയിൽവേ സ്റ്റേഷനുകളും അവരുടെ എന്താണ് ഓരോ സെക്ഷനുകളും തമ്മിൽ ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അതൊരു വൈഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം. അതായത് ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? പരസ്പരം ബന്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? LAN എന്ന് പറയുന്നത്. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വിഭാഗത്തിൽ പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് ഇത് PSC. ഈ ചോദ്യം എന്ന് പറയുന്നത് ഏതിൽ ചോദിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് +2 ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2 2022 ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. കാരണം കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റേഷനല്ല, പല പല സ്റ്റേഷനുകൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും എന്താണ് റെയിൽവേ ഉള്ള സംസ്ഥാനങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് പോകുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് LAN എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ വാൻ എന്ന് ചോദിച്ചാൽ എന്താണ്, മാൻ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാനിത് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഒത്തിരി വലിയ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണത്തില്ല, വെറുതെ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മാത്രമാവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിളാക്കി പറയാം. ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇന്റേണൽ കണക്ടിവിറ്റി ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? LAN എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇന്റേണൽ കണക്ടിവിറ്റി അറിയപ്പെടുന്നതാണ് LAN എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വളരെ ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക്. ചിലപ്പോൾ ആ ഒരു LANൽ നിലവിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ
അല്ലെങ്കിൽ ഒന്നിലധികമോ, അതായത് മാക്സിമം ഒരു 10 കമ്പ്യൂട്ടറിന് താഴെ വരുന്നതാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, ഈ ലാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയാറില്ല ആറ്റം ഫാമിലി എന്നൊക്കെ പറയുന്നത്, അതേപോലെയാണ് 3, 4, 5, 6, 7 അതിനപ്പുറത്തേക്കുള്ള ഒരു നമ്പേഴ്സ് അതിൻ്റെ അകത്ത് വരത്തില്ല. അതായത് ഒരു കെട്ടിടത്തിലോ ഒരു ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകളെ നമ്മൾ എന്തെന്ന് വിളിക്കാം, ലാൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 10 അല്ലെങ്കിൽ 5, 3, 4 കമ്പ്യൂട്ടർ ഒറ്റ കെട്ടിടത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ അതിനെ നമുക്ക് ലാൻ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വാൻ. അതായത് അതിവിശാലമായ മേഖലകളായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ റെയിൽവേയുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വാനാന്ന് പറഞ്ഞു, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആക്ച്വലി ഒരു സ്റ്റേഷൻ ഏകദേശം ഇന്ന് 28ഓളം സംസ്ഥാനങ്ങളുടെ അകത്ത് എന്താണ് ഈ പറയുന്ന ചെല്ലാത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള റെയിൽവേ ഇല്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് മേഘാലയയും സിക്കിമുമായിരുന്നു. ഇനിയിപ്പോൾ അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എന്താണ് ആ ഒരു സ്ഥലങ്ങളിൽ മാത്രം എന്താണ് കേന്ദ്രീകരിക്കാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് വരുന്നു, ഈ പറയുന്ന എന്താണ് നമ്മുടെ ഇത് വരികയാണ്. അതായത് റെയിൽവേ സോണുകളും അതേപോലെ തന്നെ റെയിൽവേ സോണുകളുടെ എല്ലാ ഡീറ്റെയിൽസും എടുക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന വാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 10, 100, 150ഓളം കമ്പ്യൂട്ടറുകളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുന്നത്. അത് വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്. ഉദാഹരണം ഇൻ്റർനെറ്റ്, ATM ഫെസിലിറ്റി ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, മാൻ എന്ന് പറയുന്നത്. ഒരു നഗരത്തിലെയോ അതേപോലെ തന്നെ കുറച്ച് വലിയ മേഖലകളിലോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് എന്തെന്ന് പറയുന്നത്, മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താണ് ഒരു ഡിസ്ട്രിക്റ്റിലെ മൊത്തം വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ അത്രയും വരത്തില്ല. അതായത് ഒരു നഗരം എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നഗരമോ പട്ടണത്തിലൊക്കെ മൊത്തത്തിലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും എന്ത് ചെയ്യുക, സെറ്റായിട്ട് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് വിവിധ തരത്തിലുള്ള പ്രോട്ടോകോൾ. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പ്രവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഓക്കെ, പ്രോട്ടോകോൾ പ്രവർത്തനത്തിന് കഴിവുള്ളത്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് LDC എക്സ് സർവീസ്മാൻ 2021 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പ്രവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? അതാണ് ഓപ്ഷൻ നോക്കിയ റിപ്പീറ്റർ, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് നെറ്റ്വർക്കിൽ പ്രോട്ടോകോൾ പ്രവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഗേറ്റ്വേ ആണ്, ഗേറ്റ്വേ. ഓക്കെ, ആൻസർ ഗേറ്റ്വേ ആണ്. ഓക്കെ, അപ്പോൾ ഗേറ്റ്വേക്കാണ് നിലവിൽ സംഭവം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗേറ്റ്വേ എന്ന് പറയുന്നത്. അതായത് പരസ്പരം എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിക്കാൻ പറ്റുന്നു. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളൊക്കെ പരസ്പരം ബന്ധിപ്പിച്ച് വയ്ക്കുന്നതിനെയാണ് ഗേറ്റ്വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ ആയി പ്രവർത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഗേറ്റ്വേ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിവിധ തരത്തിലും പ്രോട്ടോകോളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിക്കുവാൻ ഡാഷ് ഉപയോഗിക്കുന്നു. എന്താണ് ഉപയോഗിക്കുന്നത്? ഗേറ്റ്വേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗേറ്റ്വേ ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ അല്ലാത്തത് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ, ഈ നമ്മുടെ എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്താണ്, അതേപോലെ തന്നെ ഈ പറയുന്ന മോഡം എന്താണ്, റിപ്പീറ്റർ എന്താണ്, ഹബ് എന്താണ്, ബ്രിഡ്ജ്, റൂട്ടർ, ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് പറയാം. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗും തിരിച്ച് മാറ്റാനും കഴിവുള്ള ഉപകരണം. അതായത് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗും തിരിച്ച് മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ടെലഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് നമ്മുടെ മോഡം എന്ന് പറയുന്നത്. മോഡത്തിൻ്റെ പൂർണ്ണ രൂപം, അതായത് ഫുൾ ഫോം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതാണ് മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെയാണ് ബാൻഡ് വിത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിത്ത്. ഓക്കെ, ഇനി എന്താണ് ഹബ്ബ് എന്ന് ചോദിച്ചാൽ
കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഇനി കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്ന ഉപകരണമാണ് ഹബ് എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഹബ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്വിച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന ഉപകരണമാണ് സ്വിച്ച്. നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിപ്പീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിപ്പീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ലാനിൻ്റെ ഒരു സെഗ്മെന്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ടു ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ്. ഓക്കെ, IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ റൂട്ടർ എന്ന് വിളിക്കുന്നത്. എന്താണ്, റൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ റൂട്ടർ എന്താണെന്നുള്ളത് പഠിച്ചിരിക്കുക. ബ്രിഡ്ജ്, ഗേറ്റ്വേ, റിപ്പീറ്റർ, മോഡം, ഹബ്ബ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഒന്നുകൂടിയും എന്ത് ചെയ്യുക, 2-3 തവണ കേട്ട് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ, ഇനി നമുക്ക് ഇന്റർനെറ്റിനെ കുറിച്ചാണോ പഠിക്കാനുള്ളത്, ഇന്റർനെറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിന്റെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിന്റെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ് ഓപ്ഷൻ? നോക്കിയേ, ഇമെയില്, WW, ടോപ്പോളജി, സെർച്ച് എഞ്ചിൻ. ഏതാണ്? നമുക്ക് കണ്ണുമുട്ടി ആൻസറിലേക്ക് എത്താം. എന്താണോ, ഇത് ഓഫീസ് അറ്റൻഡ് 2021 ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ടോപ്പോളജിയാണ്. ഓക്കെ, അതായത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, WWന്റെ ഉപജ്ഞാതാവാണ് ടിം ബെർണേഴ്സ്-ലീ. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉപാധിയാണ് വേൾഡ് വൈഡ് വെബ്. അതായത് WWW എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം ആണ്, അതിൻ്റെ ഫുൾ ഫോം ആണ് വേൾഡ് വൈഡ് വെബ്. ആരംഭിച്ചത് 1989 എന്ത് ചെയ്യുന്നത്, ഇത് ആരംഭിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 1989 മാർച്ച് 12. WWന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വാഷിംഗ്ടൺ DC ആണ്. WWയിലെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി തയ്യാറാക്കിയ പ്രത്യേക പേജുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വെബ് പേജ് എന്ന് പറയുന്നത്. ഇനി ഒരു വെബ് പേജിലെ പ്രധാന പേജ് അറിയപ്പെടുന്നതാണ് ഹോം പേജ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇമെയിലിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് റേ ടോമിൽസൺ ആണ്. ഇമെയിലിന്റെ പിതാവ് റേ ടോമിൽസൺ. ഇമെയിലിനെ കൂടെ ശബ്ദം അറ്റാച്ച്ഡ് ആയി അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമെയിൽ ചെയ്യുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമെയിൽ ക്ലൈന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാം, സിമ്പിളാണ്. അതേപോലെ പ്രധാന ഇന്റർനെറ്റ് സേവനങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ, ഫയൽ ട്രാൻസ്ഫർ സേവനം, കൊമേഴ്സ്, നെറ്റ്വർക്ക് മാനേജ്, സെർച്ച് എഞ്ചിൻ, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ. ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന എന്താണ് ഇന്റർനെറ്റ് സേവനങ്ങളാണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ശൃംഖല രൂപീകരിക്കുന്ന രീതിയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. പ്രധാന നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് ബസ്, റിങ്, സ്റ്റാർ, മെഷ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ടോപ്പോളജികൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത നമ്മുടെ പുതിയൊരു ബാച്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ പറയുന്ന എന്താണ് സ്റ്റാർ ടോപ്പോളജി, എന്താണ് റിംഗ് ടോപ്പോളജി, എന്താണ് മെഷ് ടോപ്പോളജി, എന്താണ് ട്രീ ടോപ്പോളജി, അതൊക്കെ ശരിക്കും ഇമേജിലൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത ചോദ്യമാണ്, നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത്
കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ എന്ത് പറയുന്നു? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബാൻഡ് വിത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബാൻഡ് വിത്ത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ബാൻഡ് വിത്ത് എന്താണ്? ഒരു ചാനലിലൂടെ നിശ്ചിത സമയത്തിനുള്ളിൽ ഡാറ്റയെ കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് ബാൻഡ് വിത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ, അതായത് കൂടുതൽ വിവരങ്ങൾ ചാനലിലൂടെ കൈമാറുമ്പോൾ ബാൻഡ് വിത്ത് കൂടുതൽ വേണ്ടി വരുന്നു. ഈ വീഡിയോ ഫയൽ അതേപോലെ തന്നെ ഇമെയിൽ ഫയലിനേക്കാൾ ബാൻഡ് വിത്ത് ആവശ്യം ആയിരിക്കും എപ്പോഴും. ബാൻഡ് വിത്തിനെ സാധാരണയായി കാണിക്കുന്നത് എന്താണ്? ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അത്. അപ്പോൾ അതൊന്ന് എന്താണ് ഈ ബാൻഡ് വിഡ്ത്ത് എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇനി വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അടുത്ത ചോദ്യമാണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ്. ഇത് +2 ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3 ചോദിച്ച ചോദ്യമാണ്. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? ഓപ്ഷൻ നോക്കിയേ. ടിം ബർണേഴ്സ്-ലി, ചാൾസ് ബാബേജ്, സ്റ്റീവ് ജോബ്സ്, ജെയിംസ് ഗ്ലോസിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരാണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ്? ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രധാനപ്പെട്ട ഉപജ്ഞാതാക്കൾ ഓരോന്നിൻ്റെയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം എപ്പോഴും PSC ചോദിക്കുന്നത് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. കമ്പ്യൂട്ടർ നമുക്കറിയാം ചാൾസ് ബാബേജ് ആണ്. അതേപോലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ. അപ്പോൾ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാന്നുള്ളത് നമുക്കറിയാം, ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആരാണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്? ടിം ബർണേഴ്സ്-ലി ആണ്. ടിം ബർണേഴ്സ്-ലി ആണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ്. ടിം ബർണേഴ്സ്-ലി. ഇത് നമ്മൾ പറഞ്ഞു +2 ലെവല് പ്രിലിം സ്റ്റേജ് 3 2022 ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? നമ്മുടെ ചാൾസ് ബാബേജ് ആണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണെങ്കിൽ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ക്ലൗഡ് ഷാനൻ ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അലൻ ട്യൂറിംഗ് ആണ്. ഇന്റർനെറ്റിന്റെ പിതാവ് വിൻഡൻ സർഫ് ആണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ പിതാവാണ് ജോൺ വോൺ ന്യൂമാൻ. ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ജോൺ വിൻസെന്റ്. ഓഡിയോ ഗെയിംസിന്റെ ആണെങ്കിൽ റാൽഫ് ബെയർ ആണ്. ഡാറ്റ പ്രോസസ്സിങ്ങിന്റെ ഹെർമൻ ഹോളിറത്ത് ആണ്. അതേപോലെ തന്നെ SMS-ന്റെ ആണെങ്കിൽ മാറ്റി മെക്കനോൺ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇനി കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ആണെങ്കിൽ ഇവാൻ സദർലാൻഡ് ആണ്. ഇവാൻ സദർലാൻഡ്. കമ്പ്യൂട്ടർ എത്തിക്സിന്റെ ആണെങ്കിൽ നോബർട്ട് വീനർ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോൺ മക്കാർത്തി ആണ്. അൽജിബ്ര അല്ലെങ്കിൽ ബീജഗണിതത്തിന്റെ ആണെങ്കിൽ മുഹമ്മദ് ഇബൻ മുസ് അൽ ഖാരിസ്മി ആണ്. ഇനി ബൂളിയൻ അൽജിബ്ര ആണെങ്കിൽ ജോർജ് ബൂൾ ആണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഹെൻറി എഡ്വേർഡ് ആണ്. എഡ്വേർഡ് റോബോട്ട്. ആപ്പിളിന്റെ ആണെങ്കിൽ സ്റ്റീവ് ജോബ്സ് ആണ്. ജാവ ജെയിംസ് എ ഗോസ്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് ഉപകാരപ്പെടുന്നത് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? അതായത് വെബ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് അടുത്തത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് ചോദ്യമാണ്. മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2021 ചോദിച്ച ചോദ്യമാണ്. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ് എന്നുള്ളത്. ഓപ്ഷനിലേക്ക് നോക്കിയ ബ്രൗസർ, സോഷ്യൽ മീഡിയ, സെർച്ച് എഞ്ചിൻ, വെബ്സൈറ്റ്. നമുക്ക് ഇത് എപ്പോഴും പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു ബ്രൗസർ കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ബ്രൗസറാണ് മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് മോസില്ല ഫയർഫോക്സ്? അതൊരു ബ്രൗസറാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റയൊക്കെ. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഗൂഗിള്, ബിങ് അങ്ങനെയുള്ള സാധനങ്ങൾ. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്? വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗസറാണ് ഏതെന്ന് പറയുന്നത്? മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? വെബ് ബ്രൗസർ അല്ലാത്തതാണ് കേട്ടോ ഇനി ചോദിക്കണേ. ഒപ്പേറ, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി, ഡ്രീം വീവർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഈ പറയുന്ന നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? അതാണ് ഏത്? ഡ്രീം വീവർ ആണ് ഇതിൻ്റെ അകത്ത്
വെബ് ബ്രൗസർ അല്ലാത്ത ബാക്കിയെല്ലാം ഒപ്പേറ എന്ന് പറയുന്ന റെഡ് കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വട്ടപ്പൂജ്യത്തിലിരിക്കണ ചുമന്ന കളറിലുള്ളതാണ് ഒപ്പേറ എന്ന് പറയുന്നത്. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ആണ് ഏറ്റവും പുതിയതാണ്, 10 വരുന്നതാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആപ്പിളിൻ്റെ ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഒറ്റ ഒരു ബ്രൗസർ ആണുള്ളൂ, അവരുടെയാണ് ഈ പറയുന്ന ആപ്പിൾ സഫാരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് അല്ലാത്തതാണ് ഏതെന്ന് പറയുന്നത് ഈ ഡ്രീം വീവർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഡേറ്റാബേസിൽ നിന്നോ അതേപോലെ തന്നെ നെറ്റ്വർക്കിൽ നിന്നോ, ഓക്കെ, ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബ്രൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെബ് പേജിൽ നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അതേപോലെ തന്നെ മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക്, അതേപോലെ തന്നെ നെറ്റ്സ്കേപ്പ്, വെബ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഇതൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ബ്രൗസറാണ്. അതേപോലെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് മൈക്രോസോഫ്റ്റ് ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, ഇനി നമുക്കറിയാം അതേപോലെ തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിൽ വന്നത് 1995 പ്രവർത്തനം അവസാനിപ്പിച്ചു നിലവിൽ. അതും PSC ചോദിച്ചു. അതായത് താഴെ പറയുന്നവയിൽ ഏത് ബ്രൗസറാണ് നിലവിൽ പ്രവർത്തനം നിലച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 2022 അതിൻ്റെ എന്ത് ചെയ്തു പ്രവർത്തനം അവസാനിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് നെക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, NCERT ബുക്ക് പ്രകാരം ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് മൊസൈക്ക് ആണ്. പക്ഷെ ശരിക്കും നെക്സസ് ആണ്. ഇനിയിപ്പോൾ നെക്സസ് എങ്ങാനും മക്കളെ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ എന്തടിച്ചോ മൊസൈക്ക് അടിച്ചോ. മൊസൈക്ക് ആണ് NCERT പറയണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊസൈക്ക് കിട്ടുകയാണെങ്കിൽ മൊസൈക്ക് അടിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PSCയുടെ ഉത്തര സൂചിക മിക്കവാറും NCERT അനുസരിച്ച് മൊസൈക്ക് വരും. അപ്പം നെക്സസ് എഴുതിയേക്കണത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും. അപ്പോൾ ഇതില്ലെങ്കിൽ അത് എഴുതിക്കോ. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്നത് ഒരു ഇമെയിൽ ക്ലയൻറ്റിനെയാണ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതായത് ഈ പറയുന്ന വെബ് ബ്രൗസറുമായി ബന്ധപ്പെട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ അതായത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഓക്കെ, ഓപ്ഷൻ നോക്കിയേ, യാഹു, ഗൂഗിള്, ജിമെയില്, ബിങ്. ഏതാണ് ഇതിൻ്റെ അകത്ത് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി മക്കളെ, നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. യാഹു അതിൻ്റെ നമ്മൾ കയറി എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യും, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും. അതേപോലെ തന്നെ ബിങ് എന്ന് പറയുന്നൊരു സെർച്ച് എഞ്ചിനാണ്, അതിൻ്റെ കയറി നമ്മൾ എന്ത് ചെയ്യും സെർച്ച് ചെയ്യും. പക്ഷെ ജിമെയിലിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെക്കണതും മെസ്സേജ് അയക്കുന്നതുമാണ് ജിമെയിൽ. അപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കോമൺ സെൻസ് വെച്ചാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ജിമെയിലാണ്. ഈ ചോദ്യം എന്ന് പറയുന്ന LDC എക്സ് സർവീസ് ചോദിച്ച ചോദ്യമാണ് 2023. മറക്കണ്ട, ഉറപ്പായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് ഡക്ക് ഡക്ക് ഗോ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഡക്ക് ഗോ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഡക്ക് ഗോ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഗോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ? ഗൂഗിള്, ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേറ. നമുക്ക് അപ്പോൾ തന്നെ എത്താം. ഏതാണ് നമ്മുടെ സ്വന്തം ഗൂഗിൾ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈലാണ്. ആ മൊബൈലിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഏതാണ്? ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റ, വാട്സപ്പ്. ഏതാണ്? ട്വിറ്റർ ആണ് കേട്ടോ. ചാടി കയറി നമുക്ക് ഇൻസ്റ്റ ഒക്കെ നോക്കും, പക്ഷെ ഏതാണ്? ട്വിറ്റർ ആണ് ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം
ട്വിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം തന്നെ, അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ സോഷ്യൽ മീഡിയ എന്ന് ഇട്ടേക്കണത്. ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണ്, അതായത് നമ്മുടെ സ്വന്തം രചനകൾ വെബ് പേജുകൾ ആയി പ്രസിദ്ധീകരിക്കുവാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനത്തെയാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോഗുകൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വെബ് ബ്ലോഗ് എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വെബ് ലോഗ് എന്ന് പറയുന്നത്. വെബ് ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ബാർഗർ ആണ്. 1977 വെബ് ലോഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ് ആണ്. അത് 1999 കേട്ടോ. ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് എന്ന പേരിലാണ്. ബ്ലോഗിലെ പോസ്റ്ററുകളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കമന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 13 വയസ്സാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 18 വയസ്സ് ഓപ്ഷനിൽ ഉണ്ടാവും, നമ്മൾ കയറി അടിക്കും, അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ഓപ്ഷൻ തെറ്റിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 13 വയസ്സാണ്. ആദ്യ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്ന് കരുതപ്പെടുന്നത് 6 ഡിഗ്രീസ് ആണ്. 1997 6 ഡിഗ്രീസ് വരുന്നത്. ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയുടെ പുതിയ പേരാണ് മെറ്റ എന്ന് പറയുന്നത്. ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനി മെറ്റ. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മയാണ് ഫേസ്ബുക്ക്. നിലവിൽ വന്നത് 2004 ഫേസ്ബുക്കിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്, മാർക്ക് സക്കംബർഗ്. ഓക്കെ, 2015 മ്യൂസിക് ആപ്പ് പുറത്തിറക്കിയ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റാണ് ഏതെന്ന് പറയുന്നത്, ട്വിറ്റർ എന്ന് പറയുന്നത്. ട്വീറ്റ് പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകളെയാണ് ട്വീറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ചരിത്ര സ്മാരകമാണ് താജ്മഹൽ. ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ്. 2014 ഫേസ്ബുക്ക് സ്വന്തമാക്കിയ മൊബൈൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. അപ്പോൾ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ മൊബൈൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്നത്, വാട്സാപ്പ്. പ്രധാന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകളാണ് ഫേസ്ബുക്ക്, അതേപോലെ തന്നെ മൈ സ്പേസ്, ടാഗ്, അതേപോലെ തന്നെ ത്രെഡ്, ട്വിറ്റർ, മീറ്റ് മീ, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ കറൻസ്, അതേപോലെ വിക്കീസ്, ടെലഗ്രാം, ലിങ്ക്ഡിൻ, സ്കൈപ്പ്, വാട്സാപ്പ്. ഇതൊക്കെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകളെയാണ് ഈ പേരുകളിൽ അറിയപ്പെടുന്നത്. ഇതെല്ലാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകളാണ്. ഓക്കെ, മറക്കണ്ട, ഒരു മാർക്കാണ് കേട്ടോ മക്കളെ ഇതിനു വേണ്ടി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഇ ഗവേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന ഇൻ്റർനെറ്റ് വഴിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇ ഗവേണൻസ്. ഓക്കെ, അപ്പോൾ കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഒറ്റ ചോദ്യമാണ് 2021 മുതൽ 24 വരെ ഈ ഒരു ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ളൂ. അതാണ് കെ ഫോൺ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്. എന്താണ് കെ ഫോൺ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ്. ഇത് പ്രിലിം സ്റ്റേജ് 2022 ആണ് ഈ ഒരു ചോദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കെ ഫോൺ എന്ന് പറയുന്നത്. അതായത് 12 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ കെ ഫോൺ എന്ന് പറയുന്നത്. അതായത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇന്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. കേന്ദ്ര ടെലികോം കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പ്രൊജക്റ്റാണ് എന്തെന്ന് പറയുന്നത്, കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പ്രൊജക്റ്റാണ് കെ ഫോൺ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് സൈബർ കുറ്റങ്ങളും സൈബർ നിയമങ്ങളുമാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥി, നിങ്ങൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ഇതേപോലുള്ള ക്ലാസ്സുകളും പുതിയ അപ്കമിങ് ഫ്രീ ബാച്ചുകളും നിങ്ങൾക്ക് വേണ്ടി വൺ ക്ലിക്ക് PSC എന്ന ടെലഗ്രാം ചാനലും വൺ ക്ലിക്ക് PSC എന്ന യൂട്യൂബ് ചാനലും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഒരു ചാനൽ സബ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ബെൽ
ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ സൈബർ കുറ്റങ്ങളും സൈബർ നിയമങ്ങളിലേക്കും പോകാം. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹാക്കിംഗ് ആണോ, ഫിഷിംഗ് ആണോ, സ്പാംസ് ആണോ, വൈറസ് ആണോ, എന്താണ്? LDC ബിവറേജ് 2023 ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ആൻസർ ആണ് എന്ത്? സ്പാംസ്. ഓക്കെ, സ്പാംസ് ആണ് എന്ത്? അതായത് ഒരാളുടെ നിലവിൽ ആരുമായിക്കൊള്ളട്ടെ, ഓക്കെ, ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം, അതിനെ സ്പാംസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയാറില്ല ഈ സ്പാംസ് മെസ്സേജ് വന്നു അല്ലെങ്കിൽ സ്പാം കോളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ട്രൂ കോളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളാണ് എങ്കിൽ അവരുടെ മൊബൈലിലേക്ക് വരുന്ന കോളുകൾ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്പാം എന്ന് എഴുതി കാണിക്കാം. അപ്പോൾ തന്നെ നമ്മൾ എടുത്ത് ബ്ലോക്ക് അടിച്ച് പിന്നെ ആ കോൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് വരത്തില്ല. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്തതാണ് പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എന്താണ് ഓപ്ഷൻ നോക്കി? ഫിഷിങ്, അതേപോലെ തന്നെ സ്ക്വാട്ടിങ്, ടെററിസം, ക്രാക്കിംഗ്. ഏതാണ്? ഓക്കെ, ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ ആണ് എന്ത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരാളുടെ പാസ്വേഡ് അല്ലെങ്കിൽ വിവരങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങൾ, ഇതൊക്കെ നമ്മൾ മിക്കപ്പോഴും എന്താണ് ഈ സൈബർ കുറ്റകൃത്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് നമ്മൾ ന്യൂസുകൾ കാണാറുണ്ട്. ഇത്ര രൂപ തട്ടിച്ചു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഇത്ര പണം എന്ത് ചെയ്തു, നിലവിൽ തട്ടിയെടുത്തു. കാരണം ഇപ്പോൾ നമുക്കൊരു സ്പാം കോൾ വരികയാണ്, അല്ലെങ്കിൽ സ്പാം മെയിൽ വരികയാണ്, അല്ലെങ്കിൽ സ്പാം മെസ്സേജ് വരികയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് നിങ്ങളുടെ എന്താണ് 4 പിൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അതിൻ്റെ ഇതൊന്ന് പറ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താണ് ATMൻ്റെ കാർഡിൻ്റെ 4 നമ്പർ ചോദിക്കും. അത് വച്ചിട്ട് അവരത് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് പെട്ടെന്ന് ചോദിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വന്നിട്ടുണ്ട്, ആ OTP ഒന്ന് ഞങ്ങൾക്ക് അയച്ചു കാട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന മെസ്സേജസ്. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ വിനിമയ സാങ്കേതിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെയാണ് സൈബർ സാങ്കേതികങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? സൈബർ ടെററിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓതറൈസ്ഡ് യൂസർ തന്നെ അതീവ രഹസ്യമുള്ള ഡാറ്റ ആക്സസ് ചെയ്യുന്ന രീതിയാണ് ഇൻട്രൂഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്, അതായത് ആക്സസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ ആകാം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ ആകാം, ആ സുരക്ഷ, അതായത് അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടേക്കുന്ന സേഫ്റ്റി സംഭവങ്ങളെല്ലാം ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയ. ഇപ്പം നമ്മൾ പാസ്വേഡ് ഇട്ടു, അപ്പോൾ ആ പാസ്വേഡ് ഹാക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെ എന്താണ് വൈഫൈ പാസ്വേഡ് ഹാക്ക് ചെയ്യുന്നു, അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഞാൻ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഒരു കമ്പനികളുടെയൊക്കെ മെയില്, അതേപോലെ തന്നെ എന്താണ് അവരുടെ നെറ്റിൽ കയറി അവരുടെ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരാണ് ഹാക്കർ എന്ന്. മിക്കപ്പോഴും എന്താണ് ഒരു കമ്പ്യൂട്ടർ മുഖത്ത് മാത്രം വെട്ടം വെച്ച് കറുത്ത തൊപ്പി എല്ലാം മൂടി നിൽക്കുന്ന ഒരാളായിരിക്കും ഹാക്കർ എന്നുള്ള ലെവലിൽ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഹാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ധാരാളം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളിലേക്ക് ഒരേ സന്ദേശം തന്നെ വിവേചനരഹിതമായി അയക്കുന്നതിനെയാണ് സ്പാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ധാരാളം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളിലേക്ക് ഒരേ സമയം എന്ത് ചെയ്യുന്നു, ഒരേ തരം മെസ്സേജസുകൾ എന്ത് ചെയ്യുന്നു, അയക്കുന്നു. അതിനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സ്പാം മെസ്സേജ് എന്ന് വിളിക്കാം. ഓക്കെ, വ്യാജ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഇമെയിൽ സ്പൂഫിംഗ്? അതീവ സുരക്ഷ വ്യക്തി വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗങ്ങളിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിംഗ്. ഇനി ഔദ്യോഗികമോ ആധികാരികമോ ആയ വെബ്സൈറ്റുകൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്കെതിരെയോ ഒരു കമ്പനിക്കെതിരെയോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ, മൊബൈൽ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്നതാണ് സൈബർ
ഡീഫേമേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളെയോ കമ്പ്യൂട്ടറിനെയോ മോഷ്ടിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുന്നതാണ് സൈബർ വാണ്ടലിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നതാണ് പോർണോഗ്രാഫി എന്ന് പറയുന്നത്. പോർണോഗ്രാഫി ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെ പറയുന്നതാണ് സലാമി അറ്റാക്ക്. ഓക്കെ, സലാമി അറ്റാക്ക്. അനധികൃതമായ സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്ന പ്രവൃത്തിയാണ് സോഫ്റ്റ്വെയർ പൈറസി. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ഡാറ്റ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡാറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് വലിയ അളവിൽ ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്നതിൻ്റെ പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിംഗ്. കമ്പ്യൂട്ടർ സ്കാൻ, പ്രിന്റർ എന്നിവ സഹായത്തോടെ കൃത്രിമ കറൻസി, പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി. ഒരു യൂസറിൻ്റെ ഫയലുകളും ഡേറ്റയും അവരറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു യൂസറിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ലോഗിൻ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്നത്. അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ CD, DVD, പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതാണ് ഡേറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഈ പറയുന്ന ഡാറ്റ ഡിഡ്ലിംഗ് എന്താണ്, സോഫ്റ്റ്വെയർ പൈറസി എന്താണ്, സലാമി അറ്റാക്ക് എന്താണ്, സൈബർ വാൻഡലിസം എന്താണ്, അതേപോലെ സൈബർ സ്ക്വാട്ടിംഗ് എന്താണ്, ഫിഷിംഗ് എന്താണ്, ഹാക്കർ ആരാണ്, ഹാക്കിംഗ് എന്താണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടിയും എന്ത് ചെയ്യുക, സെറ്റായിട്ട് പഠിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഉറപ്പായിട്ടും അതിന് ഞാൻ റിപ്ലൈ തരാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചാലും പരമാവധി അന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ് സൈബർ നിയമം, IT ആക്ട്. ഓക്കെ, IT ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചേണ്ട PSC. അത് പോലീസ് കോൺസ്റ്റബിൾ IRB 2023 ചോദിച്ച ചോദ്യമാണ്. ഞാനിനി ഓപ്ഷൻ ഒന്നും ഇടുന്നില്ല, നേരെ എന്ത് ചെയ്യാണ്, ആൻസറിലേക്ക് പോവാണ്. IT ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ് ചോദിച്ചാൽ മക്കളെ 2000 ഒക്ടോബർ 17. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് IT ആക്ട് നിലവിൽ വന്ന വർഷം എന്നാന്നുള്ളത്. ഓക്കെ, അടുത്തത് സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് IT ആക്ട് 2000 സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 66E ആണ് IT ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, IT ആക്ടിൽ സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 66F ആണ്. ഓക്കെ, അതായത് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, പോലീസ് കോൺസ്റ്റബിൾ, +2 പ്രിലിം സ്റ്റേജ്, അതേപോലെ തന്നെ ഇതെല്ലാം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുന്ന പ്രക്രിയ അതിന് പറയുന്നത് ഏത് സെഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 66D ആണ്. IT ആക്ടിനെ ഏത് വകുപ്പ് പ്രധാനമാണ് ഇന്ത്യയിൽ ടിക്ടോക്കിന് നിരോധനം നൽകിയത്? അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്പാണ് എന്തെന്ന് പറയുന്നത്, ടിക്ടോക്ക് എന്ന് പറയുന്നത്. അത് എന്നേക്കുമായിട്ട് നിർത്തി. അപ്പോൾ അത് ഏത് സെഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 69A ആണ്. ഓക്കെ, അപ്പോൾ ടിക്ടോക്ക് നിർത്തലാക്കിയത് താഴെ പറയുന്നതിൽ ഏത് IT ആക്ടിൻ്റെ ഫലമായിട്ടാണ് ചോദിച്ചാൽ 69A. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ 66C ആണ്. 66C. ഓക്കെ, ഇനി മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ ഏത് സെഷനിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 66E ആണ്. 66E അത് പെടുന്നത്. ഓക്കെ, കേരളത്തിൽ ആദ്യമായി, ഇനി നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ഈ പറയുന്ന ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെഷനുകൾ എന്നുള്ളതൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. അതല്ല കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണ് മെയിനായിട്ടുള്ള സെഷനുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഏതൊക്കെയാണ് ഈ പറയുന്ന IT ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനുകൾ എന്നുള്ളത് നോക്കാം. അതായത് സെഷൻ 43. ഓക്കെ, സെഷൻ 43 എന്താണ്? സെഷൻ 43 എന്ന് പറയുന്നത് അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകൾക്കുള്ള പിഴയും നഷ്ടപരിഹാരത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷനാണ് സെഷൻ 43 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം
മുതലായവയുടെ കേടുപാടുകൾക്കുള്ള പിഴയും നഷ്ടപരിഹാരവും കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷനാണ് സെഷൻ 43. സെഷൻ 43 പ്രകാരം നമുക്ക് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവോ 5 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് എന്ത് സെഷൻ 43 പറയുന്നത്. ഓക്കെ, ഇനി സെഷൻ 43A എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷനാണ് 43A എന്ന് പറയുന്നത്. അതായത് ഒരു കോർപ്പറേറ്റ് ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലുള്ളതോ ആയ കമ്പ്യൂട്ടർ റിസോഴ്സ് ഏതെങ്കിലും ഒരു സെൻസിറ്റീവ് വ്യക്തിഗത വിവരങ്ങൾ കൈവശം വയ്ക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും സുരക്ഷാ സമ്പ്രദായങ്ങൾ നടപ്പാക്കുന്നതിലുമുള്ള അശ്രദ്ധ മൂലം ഏതെങ്കിലും വ്യക്തിക്ക് നഷ്ടമുണ്ടായാൽ ആ വ്യക്തി 5 കോടിയിൽ കവിയാത തുക നഷ്ടപരിഹാരമായി നൽകാൻ കോർപ്പറേറ്റ് ബോഡി ബാധ്യസ്ഥരാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 65 സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ചാണ്. സെക്ഷൻ 65 പ്രതിപാദിക്കുന്നത് സൈബർ ടാമ്പറിങ്, അതായത് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയതാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് സെക്ഷൻ 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 66. 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയതുമാണ് സെക്ഷൻ 66. എന്താണ് സെക്ഷൻ 66B എന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം, മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷനാണ് സെക്ഷൻ 66B. 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയതാണ് ഇതിൻ്റെ എന്താണ് നിലവിലെ ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 66C മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ്, മറ്റേതെങ്കിലും തിരിച്ചറിയൽ സവിശേഷതകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യം ഈ സെഷന്റെ പരിധിയിൽപ്പെടുന്നു. 66C 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 66D എന്ന് പറയുന്നത് സെഷൻ ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സ് മുഖേന വ്യക്തിപരമായി ആളുകളെ വഞ്ചിക്കുന്ന കുറ്റകൃത്യം ഈ സെഷൻ പരിധിയിൽപ്പെടുന്നു. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഓക്കെ, 66E ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ എടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സെഷന്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴിയുള്ള കടന്നുകയറ്റമാണ് ഈ സെക്ഷന്റെ പരിധിയിൽ വരുന്നത്. അതായത് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഇതിൻ്റെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് സെക്ഷൻ 66F എന്ന് പറയുന്നത് ഇന്റർനെറ്റ് മുഖേന ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സെക്ഷന്റെ പരിധിയിൽപ്പെടുന്നു. ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. 67 സെക്ഷൻ 67 അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ. കുറ്റം ആദ്യം തവണയാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷവും, കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് 67A മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയ്ക്ക് കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. കുറ്റം ആദ്യം തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. രണ്ടാം തവണയല്ലെങ്കിൽ കുറ്റം ആവർത്തിച്ചാൽ രണ്ടാം തവണയും ഈ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമായിരിക്കും. ഓക്കെ, സെക്ഷൻ 67B അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ. കുറ്റം ആദ്യം തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. സെക്ഷൻ 72 രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. സെഷൻ 77B
3 വർഷം വരെ തടവുള്ള ശിക്ഷയും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സെഷൻ. ഓക്കെ, 3 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൊഗനൈസബിളും 3 വർഷം വരെ തടവ് ശിക്ഷിക്കുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അതായത് ഈ പറയുന്ന സെഷനുകൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കാരണം ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സെഷൻ ഏതാണെന്നുള്ളതും പ്രതിപാദ്യ വിഷയം എന്താണെന്നുള്ളതും അതിൻ്റെ ശിക്ഷയും ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോ. ഉറപ്പാണ്, ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം ഏതാണ്? കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് മെയിൻസ് 2021 ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ എവിടെയാണ് കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്നത്? എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ 4G നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം സർവീസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെലികോം കമ്പനി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏത്? MTNL. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനിയാണ് MTNL. ഓക്കെ, ഇനി കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? 3G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കോഴിക്കോടാണ്. എവിടെ? കോഴിക്കോട് ആണ് ആദ്യമായിട്ട്, കേരളത്തിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? കോഴിക്കോടാണ്. ആരംഭിച്ച കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എയർടെൽ ആണ്. അപ്പോൾ എയർടെൽ ആണ് ആദ്യമായിട്ട് കേരളത്തിൽ 3G സംവിധാനം കൊണ്ടുവന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? അത് കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനിയാണ് ഏത്? എയർടെൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് 4G കൊണ്ടുവന്നത് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ എയർടെൽ ആണ്. ഓക്കെ, ഇനി കേരളത്തിൽ ആദ്യമായി കൊച്ചിയിലാണ് ആദ്യം വന്നത്. അത് കൊണ്ടുവന്ന കമ്പനി അതേതാണെന്ന് ചോദിച്ചാൽ അതും എയർടെൽ തന്നെയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനിയാണ് ഏതെന്ന് പറയുന്നത്? എറിസൺ എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനി എന്നറിയപ്പെടുന്നത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് എറിസൺ ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി 5G ഉപയോഗിച്ചത്, ഇന്ത്യയിൽ ആദ്യമായി 5G സംവിധാനം ഉപയോഗിക്കുന്നതിനായിട്ടുള്ള നെറ്റ്വർക്ക് വികസിപ്പിച്ചത് അത് എയർടെൽ ആണ്. ഇനി എയർടെൽ വികസിപ്പിച്ചെടുത്ത 5G സംവിധാനം പ്രാപ്തമാക്കാൻ കഴിയുന്ന നെറ്റ്വർക്കാണ് മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ എയർടെൽ വികസിപ്പിച്ച 5G സംവിധാനം പ്രാപ്തമാക്കാൻ കഴിയുന്ന നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഇന്ത്യയിൽ എന്താണ്? 5G സംവിധാനം വികസിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ കമ്മിറ്റിയുടെ പേരാണ് 5G ഇന്ത്യ 2020 ഫോറം. ഓക്കെ, അപ്പോൾ 5G ഇന്ത്യ 2020 ഫോറം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 5G അതായത് 5G സംവിധാനം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ എന്ത് ചെയ്തത്? ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അതിൻ്റെ പേരാണ് 5G ഇന്ത്യ 2020 ഫോറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി 5G നിലവിൽ വന്നത് വന്നത് 2022 ഒക്ടോബറിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് 5G വന്നത് 2022 ഒക്ടോബർ 1 ഇന്ത്യയിൽ ആദ്യമായി 5G വന്നത്. ഓക്കെ, ലോകത്തിലെ ആദ്യ 5G മോഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നാപ്ഡ്രാഗൺ X50, അതായത് സ്നാപ്ഡ്രാഗൺ X50 ആണ് ലോകത്തിലെ ആദ്യത്തെ 5G മോഡം എന്ന് പറയുന്നത്. സ്നാപ്ഡ്രാഗൺ X50 ആണ്. ഇനി രാജ്യവ്യാപകമായി 5G നെറ്റ്വർക്ക് ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണ കൊറിയയാണ്. ഓക്കെ, അപ്പോൾ രാജ്യവ്യാപകമായി 5G നെറ്റ്വർക്ക് ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഓക്കെ, ഇനി അത് ലാസ്റ്റത്തെയാണ്. 5G കവറേജ് ഉള്ള ലോകത്തിലെ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോങ്കു ആണ്. ഹോങ്കു ഷാങ്ഹായ് ചൈനയാണ് ഹോങ്കു. ഓക്കെ, അപ്പോൾ 5G കവറേജ് ഉള്ള ലോകത്തിലെ ആദ്യ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോങ്ഷു ആണ്. അത് ഷാങ്ഹായ് ചൈനയാണ്. ഓക്കെ,
ഇനി ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളൂ. ഇനി MICR സ്റ്റാൻഡ്സ് ഫോർ MICR, അതായത് എപ്പോഴും ഒരു ഷോർട്ട് ഫോം എങ്കിലും PSC ചോദിക്കാറുണ്ട്. MICR സ്റ്റാൻഡ്സ് ഫോർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീകൺജിനേഷൻ എന്നതാണ് MICRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എന്താണ് ഷോർട്ട് ഫോം നോക്കിയിട്ട് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതൊന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പൂർണ്ണ രൂപങ്ങൾ ഒന്നുകൂടി പഠിക്കാം. അതായത് ANSI എന്ന് ചോദിച്ചാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ANSI എന്ന് പറയുന്നത്. അടുത്തത് ബയോസ്, BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ് ബയോസ്. അടുത്തതാണ് കാഡ് എന്ന് പറയുന്നത് CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് CAD കാഡ്. ഇനി CDAC എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിനെയാണ് CDAC എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് CMOS, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് CMOS എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് കൊബോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് കൊബോൾ. അടുത്തത് CRT ആണ്, കാഥോഡ് റേ ട്യൂബ് ആണ് CRT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഥോഡ് റേ ട്യൂബ്. അടുത്തത് DDL ആണ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DML ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ് DML എന്ന് പറയുന്നത്. അടുത്തത് EDSAC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റഡ് കാൽക്കുലേറ്ററിനാണ് EDSAC എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് EDVAC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് EDVAC എന്ന് പറയുന്നത്. അടുത്തത് ENIAC ആണ്, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ആൻഡ് ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടറിനാണ് ENIAC എന്ന് പറയുന്നത്. അടുത്തത് EEPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് EEPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EEPROM എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്തത് ഇമെയിൽ ആണ്, ഇലക്ട്രോണിക് മെയിലിനെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് FMS, ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് FMS. GPRS എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് ആണ് GPRS. GUI എന്ന് ചോദിച്ചാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് GUI. അടുത്തത് HTML ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്തതാണ് ICANN, ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സിനെയാണ് ICANN എന്ന് പറയുന്നത്. IP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് IP. ISDN ആണ്, ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. LSI ആണ്, ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനെയാണ് LSI എന്ന് പറയുന്നത്. അടുത്തത് OOD ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണ് OOD. OOP എന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അടുത്തത് PDF ആണ്, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ആണ് PDF. PAOP എന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ് POP. SMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സർവീസിനെയാണ് SMS. SSI എന്ന് ചോദിച്ചാൽ സ്മാൾ സ്കെയിൽ ഇൻ്റഗ്രേഷനെയാണ്. അടുത്തത് URL ആണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. USB എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് USB എന്ന് പറയുന്നത്, ചോദിച്ചിട്ടുണ്ട് ഒത്തിരി തവണ. URLഉം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ SMS ഷോർട്ട് മെസ്സേജ് സർവീസ്. അടുത്താണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, ചോദിച്ചേക്കണ ചോദ്യമാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അടുത്താണ് VLSI, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ് VLSI എന്ന് പറയുന്നത്, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ടോപ്പിക്സിലൂടെയും, അതായത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള 2021 മുതൽ 24 വരെ ഉള്ളതും, അതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത് മൊത്തം നമ്മൾ എന്ത് ചെയ്തേണ്ട, കവർ ചെയ്തേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു 2 തവണയെങ്കിലും കേൾക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്കിലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമ്പ്യൂട്ടറിൽ നിന്നും വരുന്ന ചോദ്യങ്ങളിലെ മൊത്തം ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നോട്ട് വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള 1 Click PSC എന്ന ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക.
ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിൻ്റെ നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം പറ്റുമെങ്കിൽ 9 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുകൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല കാര്യമാണ്. ഇതെല്ലാം ചെയ്യുമെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഫുള്ളായിട്ടൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ജോലി എന്നുള്ളൊരു ആഗ്രഹം അത് അതിതീവ്രമാണെങ്കിൽ നമ്മളെ തടക്കാനോ അല്ലെങ്കിൽ നമ്മളെ തടയാനോ ആർക്കും സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റമായിരിക്കും ഈ ഒരു ജോലി എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉറപ്പായിട്ടും കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു ജോലിയിലേക്ക്. ഈ LDC 2025 ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.